എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ അല്ലെങ്കിൽ ഒന്നും തന്നെയല്ല. മറിച്ച് നമ്മൾ ഈ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ കാഴ്ചക്കാരൻ എന്ന നിലയിൽ ഞാൻ ഹൈദരാബാദിലാണിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ കാണുന്നത് നിങ്ങളുടെ യൂട്യൂബുകളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഓരോ ദിവസവും നാട്ടിൽ ഓരോ വിശേഷങ്ങൾ, ഞാനിപ്പോൾ ഒരു പ്രവാസി ജീവിതം പോലെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിൽ നടക്കുന്ന, അത് പിന്നെ തീർച്ചയായും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ സംസാരങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്ക് വന്ന ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് റിലീസാകുന്ന സിനിമയെക്കുറിച്ച്, മാർക്കോ എന്ന് പറയുന്ന സിനിമ വലിയൊരു വൻപിച്ച വിജയമായി എന്നുള്ള ഒരു അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങൾ എല്ലാം ഈ ഓൺലൈനിലൊക്കെ വന്നതിന് ശേഷമാണ് ഇത് കാണാറുള്ളത്. അല്ലെങ്കിൽ അടുത്ത തിയേറ്ററിലൊക്കെ പോയി കാണും. ഹൈദരാബാദിലൊക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു മാർക്കോ എന്ന സിനിമ. ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ കണ്ടില്ല, മക്കളൊക്കെ പോയി കണ്ടു. അതിനുശേഷം വന്നത് സമാധി എന്നൊക്കെ പറയുന്ന വിഷയമാണ്. പിന്നെ ബോച്ചയും ബഹുമാനപ്പെട്ട നമ്മുടെ സിനിമ നടി ശ്രീമതി ഹണി റോസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് വന്ന് ഉള്ള വിവാദങ്ങളും കാര്യങ്ങളും പിന്നെ അതിൻ്റെ കേസുകളും ചർച്ചകളും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പോവുകയുണ്ട്. ഇതെല്ലാം ഞങ്ങളിവിടെ പിന്നെ ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് വേദികളില്ല. കേരളത്തിലാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേദികളുണ്ട്. പക്ഷേ നമ്മൾ പുറത്തിരുന്ന് കാണുന്ന ഒരാളിന് ഇതിൻ്റെ വ്യക്തമായ ഒരു ധാരണ ലഭിക്കാറില്ല പലപ്പോഴും. ഞങ്ങളതൊക്കെ കാണുന്നത് പിന്നെ എന്താ പറയുക, ഈ പറയുന്ന ചാനലുകളിലൂടെ ഒക്കെയാണ്. അപ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ വീക്ഷിക്കുന്നുമുണ്ട്. എങ്കിലും പൊതു താല്പര്യം അനുസരിച്ച് ഈ വിഷയങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ, സമാധിയായാലും ബോച്ചയുടെ വിഷയമായാലും ഹണി റോസിൻ്റെ വിഷയമായാലും സ്ത്രീയുടെ സ്വാതന്ത്ര്യമായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് മിസ്പ്ലേസ് ആയി, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായത്. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ എല്ലാവരും എങ്ങനെ കാണുന്നു എന്നുള്ളത് അഭിപ്രായപ്പെടുത്താനുള്ള പൊതുവേദികൾ ഇന്ന് ഒരുപാട് നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി ഒരു കൺക്ലൂഷനിലെത്തിയിട്ടായിരിക്കണം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ ഇതിൻ്റെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതും. എൻ്റെ പറയുന്ന താല്പര്യം ഇതാണ്. കാരണം ഓരോ വിശ്വാസങ്ങൾക്കനുസൃതമായി നടക്കുന്ന കാര്യങ്ങളെ, കാരണം നമ്മളിന്നിപ്പോൾ 2025 പറയുന്ന ഈ കാര്യം ഒരു പക്ഷേ നാളെ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാം അല്ലേ. ഇപ്പോൾ സമാധി എന്ന് പറയുമ്പോൾ രണ്ട് സമാധികൾ പെട്ടെന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ഇവർ രണ്ടുപേരും സമാധി ആയവരാണ്. പക്ഷേ അവരുടെ എല്ലാം ഈ പറയുന്ന പോലെ നിയമപരമായിട്ടുള്ള ഈ സർട്ടിഫിക്കേഷൻസ് ഉണ്ടായതിനു ശേഷമാണ് സമാധി എന്ന് പറയുന്ന ഇതിലേക്കൊക്കെ പോയത്. വിവേകാനന്ദൻ്റെ കാര്യത്തിൽ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ശ്രീനാരായണ ഗുരു സ്വാമിയുടെ കാര്യത്തിൽ കൃത്യമായി ഉണ്ട് എന്നുള്ള തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. അതറിയില്ല, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം സമാധിയാണ്. സമാധി എന്ന് പറയുമ്പോൾ ഇവിടെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി സംബന്ധിച്ച് പറ്റിപ്പോയ ഒരു വിഷയമെന്ന് പറയുന്നത്, ഇവർ ആ വിശ്വാസങ്ങൾക്കനുസരിച്ച്, അതായത് നിരന്തരമായി രോഗപീഠ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഗോപൻ സ്വാമി ഒരു ദിവസം, അവരുടെ അച്ഛനാണ്, അവരുടെ കുടുംബ പ്രശ്നമാണത്, എങ്കിൽ പോലും നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ കല്യാണം, ഇപ്പോൾ ഒരു വിവാഹമായി, മരണമായി, ഇതെല്ലാം നമ്മൾ പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് 2-3 പേര് വന്നിട്ട് വേണമെങ്കിൽ വിവാഹം നടത്താം. അതല്ല,
അതല്ലെങ്കിൽ പിന്നുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജാണ്. അതല്ലെങ്കിൽ മറ്റുള്ള വിവാഹം എന്ന് പറയുന്നത് നാട്ടുകാരെ വിളിച്ച് നാട്ടാരെ അറിയിച്ച് സമൂഹത്തിൻ്റെ മേലധികാരികളെ അറിയിച്ചിട്ടൊക്കെ നടത്തുന്ന ഒരു പിന്നെ എന്താ പറയുന്ന ഒരു നമ്മുടെ ഒരു വ്യവസ്ഥതയാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. കാരണം 4 പേര് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷ ഉണ്ടാവൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില രീതികളൊക്കെയാണത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള രീതികൾ നമ്മൾ പണ്ട് പുരാതനെ നമ്മുടെ തലമുറകളായി പൈതൃകമായി ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ അനുവർത്തിച്ചു വരുന്നത്. അത് ശരിയുമാണത്. കാരണം നമ്മളിപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ, ഇപ്പോൾ കുരവയിടുന്നു, ഒരു കുഞ്ഞുണ്ടായ കുരവയിടുന്നു, ആർപ്പ് വിളിക്കുന്നു, ശരണം വിളിക്കുന്നു. മലയ്ക്ക് പോകാനായിട്ട് കെട്ടുകെട്ടപ്പോൾ ശരണം വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇന്നാരും മലയ്ക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പാണതല്ല. ഈ അറിയിപ്പുകളെല്ലാം കലാകാലങ്ങളും സമയാസമയങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. അത് ഒരു നാട്ടു നടപ്പാണ്. പിന്നെ ഇതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഉണ്ണി പിറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ നമ്മളത് ലോകരെ വിളിച്ചറിയിക്കുന്ന കുരവയിട്ടുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ എന്താ പറയുന്നത്, ശബരിമലയ്ക്ക് പോകുന്നു, അത് ശരണം വിളിയോടെയും കെട്ടുകെട്ടിൻ്റെ ഒരു ഇതിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇവിടെ മറ്റൊന്നുമല്ല, അദ്ദേഹം രോഗപീഠയിലായിരുന്നു, അദ്ദേഹം പിന്നെ മരണപ്പെടുന്നു. അവരുടെ വിശ്വാസങ്ങൾ അത് അവരുടെ ഭാഗത്ത് എത്രത്തോളം ഇതാണെന്ന് വെച്ചാൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ സമാധിയിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ സമാധിയിരുത്തുന്നു. ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള അന്വേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ സ്വാഭാവികമായും സംഭവിച്ചിട്ടില്ല. സാധാരണമായി നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ആ ശരീരം അദ്ദേഹത്തെ സമാധിയിരുത്തും. ഇത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കതെടുക്കാം. അതല്ലെങ്കിൽ വിവാദമാക്കാനാണെങ്കിൽ നമുക്കിന്നിപ്പോൾ ഓരോ നിമിഷവും കേരളത്തിൽ ഓരോ പ്രശ്നങ്ങളും വിവാദമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം. നമുക്ക് വിഷയം ഇപ്പോൾ ബോച്ചയുടെ പ്രശ്നങ്ങളായാലും ഹണി റോസിൻ്റെ വിഷയങ്ങളായാലും, ഇപ്പോൾ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു എന്നുള്ളൊരു വലിയ വ്യാപകമായിട്ടുള്ള അത് ഓക്കെ, ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിച്ചു. അദ്ദേഹം അതിന് മാപ്പ് പറയുകയൊക്കെ ഉണ്ടായി. പിന്നെ അതിനുശേഷം പിന്നെ വിധിന്യായം ഉണ്ടായി. നമ്മുടെ നിയമവ്യവസ്ഥിതി അതിനെ വിലയിരുത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു, അവരൊക്കെ പുറത്തു വന്നു. അതിനുശേഷം നമ്മൾ കാണാറുണ്ട് നമ്മുടെ പിന്നെ കോമഡി ഷോസിലൊക്കെ പണ്ടൊക്കെ. ഇപ്പോൾ ഈ വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത സമയത്താണ് ഇതൊക്കെ വന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ നമ്മൾ തമാശകൾ പറയുന്നത്, ഇപ്പോൾ അതിനെ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയാറുണ്ട്. അത് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വളരെ ബോഡി ഷെയ്മിങ് ആണെങ്കിൽ പോലും അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാസ്യരൂപേണ അതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്, അതായത് സർക്കാസ്റ്റിക് കോമഡികളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഏതാണ്ടൊരു ബോഡി ഷെയ്മിങ് പോലൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് അനുവദനീയമല്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നു. അപ്പോൾ അത് ഈ ഇടയ്ക്ക് പറയുന്ന പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ഒരു കടിഞ്ഞാണാണ് ഇതൊക്കെ എന്നും ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുമ്പോൾ നമ്മളിപ്പോൾ ആരെയും, ഇപ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ സംഗതി. കാരണം പുതിയ തലമുറ കണ്ടു വളരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. അവർക്ക് കിട്ടുന്ന റൈറ്റ്സുകൾ എന്നെ അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ അധ്യാപകന്മാരൊക്കെ ശരിക്കും കൈയൊക്കെ അടിച്ച് പഴുപ്പിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും അത് പാടില്ല. അത് കാരണം കുട്ടികൾക്കുള്ള പീഡനം എന്നുള്ള രീതിയിലായി. അത് പിന്നെ മറ്റ് പല വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് അത് കാലത്തിൻ്റെ മാറ്റം. അത് കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും ഒരു ക്രിയേറ്റിവിറ്റി, ഒരു സിനിമയായും, അല്ലെങ്കിൽ ഒരു സ്കിറ്റായും, അല്ലെങ്കിൽ ഒരാളുടെ വാക്ക് അദ്ദേഹം പിന്നെ ഒരാൾ പറയുന്നു, അത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് പ്രതികരിക്കാം. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഉള്ള വിഷയങ്ങളെയൊക്കെ നമ്മളെപ്പോഴും വിലയിരുത്തുമ്പോൾ നമ്മളൊന്ന് ഒരല്പം കൂട്ടായി ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട്, അല്ലെങ്കിൽ തെറ്റുണ്ട് ശരിയുണ്ടെങ്കിൽ പോലും നമുക്കതിനകത്ത് ആസ്വദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബോധപൂർവം ആരെങ്കിലുമൊക്കെ
എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഞാനും അംഗീകരിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ തൊട്ടതിനെല്ലാം പ്രശ്നങ്ങൾ കണ്ടെത്തുക അങ്ങനെയല്ല. അങ്ങനെയാവുമ്പോൾ ക്രിയേറ്റിവിറ്റികളുടെ കുറവുണ്ടാകും. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് തമാശകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം സ്ത്രീകളെ മാത്രം പറയുമ്പോൾ അത് ദ്വയാർത്ഥ പ്രയോഗവും പുരുഷനെ പലപ്പോഴും തെറ്റായും അല്ലെങ്കിൽ വളരെ വൾഗറായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഒരു വിഷയമാകുന്നില്ല. അപ്പോൾ അത് അങ്ങനെ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയങ്ങളൊന്നും ഈ സമൂഹത്തിൽ നമ്മളെല്ലാം സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെ ഒന്നും അങ്ങനെ എടുത്തത്ര ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? നമ്മൾ ജീവിക്കുന്ന ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്ന കുറേ വേഡിങ്സുകൾ അത് എൻ്റെ ഒരു സമയത്ത് വലിയ 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 തെറി വാക്കുകളായിരുന്നു. അതിന്ന് വളരെ യൂഷ്വലായിട്ട് സമൂഹത്തിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ ആളല്ല. കുറേ വാക്കുകൾ അപ്പോൾ സാധാരണമായി നോർമലി വീടുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളായി ആ തെറികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും ഒരു സാമൂഹിക മാറ്റം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ അതിനെയും വിമർശിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമീപകാലത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളോടൊക്കെ സംവദിക്കാൻ സാധിക്കുന്നതിന് ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ നമ്മളെല്ലാ കാര്യത്തിലും പ്രതികരിക്കണം, കൃത്യമായി പ്രതികരിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വളരെ ജസ്റ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തി എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നമുക്ക് വരാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എത്തി നിങ്ങളെല്ലാവരും അതിനോട് പ്രതികരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. നന്ദി, നമസ്കാരം.